ഈ PC ജോർജ് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം മറ്റൊരു സമുദായത്തിൽപ്പെട്ടവനാണ് പറഞ്ഞിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ ഇന്നത്തെ ഡിസ്കഷൻ? മറ്റേ മണ്ഡലം കമ്മിറ്റി, ഇവിടുത്തെ കമ്മിറ്റി, മറ്റേ കമ്മിറ്റി, അവരുടെ സ്റ്റേറ്റ്മെന്റ് അതങ്ങനെ ചാടി കയറിയിട്ടു. അത് എങ്ങനെ ഈ ഉത്തരവാദിത്തം എന്തിനാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്? PC ജോർജ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക അയാൾ BJPയിലാണ്, നമ്മൾ തിരിച്ച് ക്രിസ്ത്യൻ സമുദായത്തോട് സംസാരിക്കുമെന്ന്. അൽഹംദുലില്ലാഹ് അതുണ്ടായില്ല. തിരിച്ച് ക്രിസ്ത്യൻ സമുദായത്തോട് സംസാരിക്കണമെന്നായിരിക്കാം PC ജോർജ് വിചാരിച്ചിട്ടുണ്ടാവുക. അവരത് ചെയ്തില്ലേ? ബ്രിട്ടീഷുകാർ പോയപ്പം അവിടെ ഭൂമിയില്ലേ, ഇവിടെ ഭൂമിയില്ലേ, മറ്റില്ലേ, വർഷയില്ലേ എന്നൊക്കെ കണക്ക് പറഞ്ഞത് കുറച്ചാൾ ഇറങ്ങുമെന്ന്. PC ജോർജിനെ അങ്ങനെ കാണാതെ മാറ്റി നിർത്തിയ കോമൺ സെൻസ് അത് വലുതാണ്. എന്നാൽ അങ്ങനെ അല്ലായിരുന്നു. തിരിച്ചെന്താ പറയാ? അയാൾ പറഞ്ഞ ഉത്തരവാദിത്തമില്ല. ഒരു അപ്പോളജിസ്റ്റിക് കമ്മ്യൂണിറ്റി ആവുന്നത് എന്തിനാണ്? മുസ്ലിങ്ങൾ എന്ത് കാര്യത്തിൽ? നിങ്ങൾക്കറിയില്ല, യഹോവ സാക്ഷികളുടെ സംഭവത്തിൽ ബോംബിട്ട സമയത്ത് ആർട്ടിനെ പിടിക്കുന്നതിന് മുമ്പ് എനിക്ക് ഫോണാണ്. എന്താണ് ചോദിച്ചാൽ നിങ്ങൾ വിവരം കിട്ടിയ ഞാൻ എന്റെ ബോംബ് കിട്ടി. ഞാൻ എന്ത് വിവരം? അല്ല, എന്താ ആരാണ്? എല്ലാവർക്കും ബേജാറ്. കാരണം അതെല്ലാം മുസ്ലിമായി പോകുന്നത് ബേജാറാണ്. എന്റെ സ്നേഹമുള്ളവരെ, മുസ്ലിമായ എന്താ നിങ്ങളെ അനുകൂലിക്കുന്നുണ്ട്? മുസ്ലിമായ ഒരുത്തന്റെ പേരാണ് അതിന്റെ പുറകിലെങ്കിൽ അത് അവന്റെ പ്രശ്നമാണ്. ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് ഉത്തരവാദിത്വം? ഒരു മുസ്ലിം പേരുള്ളവൻ ചെയ്യുന്ന തോന്നിയാസത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങളാര്? നമ്മളാര്? നമുക്കെന്ത് ഉത്തരവാദിത്വം? നമുക്കെന്ത് ബാധ്യത? അനാവശ്യമായി ഒരു അപ്പോളജറ്റിക് ആയിട്ട് നിൽക്കുക. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ഈ രാജ്യത്ത് കുറെ എണ്ണം നിന്നിട്ട് ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവരൊക്കെ നെഞ്ഞു പിരിച്ചിട്ട് ഇവിടെ അങ്ങനെ വലിയ ശുചായിട്ട് ഇവിടെ നിൽക്കുക. ഈ രാജ്യത്തിന് വേണ്ടി സകലതും നഷ്ടപ്പെട്ട് പിടഞ്ഞു മരിച്ചു പോയവരുടെ മക്കളാണ് നമ്മളെന്ന് ഓർമ്മയിൽ കേൾക്കുന്നുണ്ടാവണം. നമ്മളെ ചോരയാണ് ഈ നാട്. നമ്മൾ ഉണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്. ഇവനെ പോലെയുള്ള ഒറ്റുകൊടുപ്പുകാരുടെ നാടല്ലാതെ. CH പറഞ്ഞ ഭാഷയെ മണ്ണെടുത്ത് മണത്ത് നോക്കാൻ PC ജോർജ് മണത്ത് നോക്കിയാൽ വേറെ വല്ല മൂത്രത്തിന്റെ മണം കിട്ടും. ഞങ്ങൾ മണത്ത് നോക്കിയാൽ ഞങ്ങളുടെ പിതാവിന്റെ ചോരയുടെ മണം ഈ നാട്ടിന്റെ മണ്ണിനകത്തുണ്ടാവും. ആ വ്യത്യാസം. പേടിച്ച് മൂത്രമൊഴിച്ചവരുടെ മണമാണ് PC ജോർജിന് കിട്ടുക. എന്നാൽ പൊരുതി മരിച്ചവന്റെ ചോരയുടെ മണമാണ് മാപ്പിളക്ക് ഈ കേരളക്കരയിൽ കിട്ടുക. അത് മനസ്സിലാക്കാൻ എന്നിട്ട് വർത്താനം പറയും. അപ്പോളജിറ്റിക് കമ്മ്യൂണിറ്റിയായിട്ട് നമ്മൾ നിൽക്കുന്നത് ആ ഒരുത്തന്റെയും കൂരയിലകത്തല്ല, നമ്മൾ കെട്ടിയുണ്ടാക്കിയ ആത്മാഭിമാന ബോധത്തിന്റെ രാഷ്ട്രത്തിന്റെ അകത്താണ്. ആ നെഞ്ചു തിരിച്ച് ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയാനുള്ള ഹെൽപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മുടെ പിതാമഹന്മാർ എല്ലാം നഷ്ടപ്പെട്ട് ഈ നാട്ടിൽ പണിയെടുത്തത്. അത് മറന്നുപോകരുത്. അവരുണ്ടാക്കിയെടുത്ത ഒരു നാട്, അവർ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു നാട്, അവരുടെ വിയർപ്പിന്റെ ഫലം, ആ ഫലത്തെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ഇതൊക്കെ പറയുമ്പോൾ ഇവനേക്കാൾ വലിയ വർഗീയ ഭ്രാന്തന്മാർ പാകിസ്ഥാനിലേക്ക് പോ, അല്ലെങ്കിൽ ഖബർസ്ഥാനിലേക്ക് എന്ന് ആക്രോശിച്ചവരെയും മറികടന്നാണ് 2025 നമ്മൾ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അവരോടും പൊരുതിയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നേരിന്റെ പാതയിൽ വീറോടെ നിന്നവരാണ് നാം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നന്നായി നടത്തുക നിങ്ങളുടെ കമ്മിറ്റി.